അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുൻപ് ഒരു പെഡിക്യൂർ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് കേട്ടോ, നമ്മുടെ കാലിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് നഖം വളർത്താൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ടിപ്സും അതുപോലെ തന്നെ ഹോം റെമഡീസ് എല്ലാം വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹോം റെമഡി ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. കാലിലെയും കയ്യിലെയും നഖമെല്ലാം നമുക്ക് സ്ട്രോങ് ആക്കി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വളർത്താൻ വേണ്ടി ഈ ഒരു റെമഡി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ നെയിൽസ് നല്ല രീതിക്ക് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുക്കാം കേട്ടോ. സാധാരണ വെള്ളം എടുക്കാം. അതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫേസ് വാഷോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷാമ്പുവോ ഏതെങ്കിലും സോപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ കാലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് കുറച്ചൊരു പൊടിയുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെളിയെല്ലാം ഇളകി വരാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ മതിയിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്കൊന്ന് പതപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കാലൊന്ന് മുക്കി വെക്കാം. നഖം മാത്രമായിട്ട് നമുക്ക് മുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കാലൊന്ന് മുക്കി വെക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരം, 10ഒന്നും വേണ്ട കേട്ടോ, ഒരു 5-6 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നഖമെല്ലാം ഒന്ന് കുതിർന്ന് വരും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈസിയാണ്. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഡേർട്ടും കാര്യങ്ങളെല്ലാം ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെക്കുന്നത്. ഒരു 6-7 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും കുതിർന്നിട്ടുണ്ടാവും കേട്ടോ. വെള്ളത്തിലിങ്ങനെ വെച്ചാക്കോ അല്ലേ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിന് തോട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു തോട് വെച്ചിട്ട് നമുക്ക് നഖമെല്ലാം ഒന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ. നഖത്തിൻ്റെ നിറമെല്ലാം നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെമണൊക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം ലെമണിൽ വൈറ്റമിൻ സി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. ഇനി നമുക്കൊരു ഈ ഒരു ഏതെങ്കിലും ഒരു ഈർക്കിലിയോ അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പെഡിക്യൂർ സെറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഉള്ളതെടുക്കാം. അതല്ലെങ്കിൽ ഈർക്കിലിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളതെടുക്കുക. അതിങ്ങനെ നഖത്തിൻ്റെ ഒന്ന് അടിഭാഗവും അതുപോലെ തന്നെ സൈഡും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കാട്ടെ. ചെളിയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ഒരു ക്ലീനിങ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഒരു റെമഡിയിലേക്ക് കിടക്കുവാണ് കേട്ടോ. നമ്മുടെ നെയിൽ സ്ട്രോങ്ങും അതുപോലെ തന്നെ നന്നായിട്ട് നീളാനും ഹെൽപ്പ് ചെയ്യുന്ന റെമഡിയാണ് കേട്ടോ ഈ ഒരു റെമഡി. അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക്, ഒരു പാത്രത്തിലേക്ക് ഫസ്റ്റ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒലീവ് ഓയിലാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും ഈക്വൽ അളവിലെടുക്കണം. അതിനുശേഷം നമ്മൾ മൂന്നാമതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ് കേട്ടോ. ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു റെമഡി നമുക്ക് നമ്മുടെ കാലിലും അതുപോലെ തന്നെ കൈ നഖത്തിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ നഖം പെട്ടെന്ന് ഇപ്പോൾ ചിലവർക്ക് നന്നായിട്ട് നഖം നീളുന്നുണ്ടാവും, പക്ഷേ ഒരു കുറച്ച് നീണ്ടു കഴിയുമ്പോഴത്തേക്ക് സൈഡിൽ നിന്ന് ഈ അറ്റത്തുനിന്ന് അങ്ങ് പൊട്ടി ഒടിഞ്ഞു പോകും. ഈ ഒരു റെമഡി നമുക്ക് ദിവസവും യൂസ് ചെയ്യണം കേട്ടോ. ഒരു 10-15 ദിവസമൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു മാറ്റം നമുക്ക് തോന്നും. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള നെയിൽസ് ആയിരിക്കും കേട്ടോ നമുക്ക് പുതുതായിട്ട് ഉണ്ടാവുന്നത് പോലും. അപ്പോൾ ഈ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയിൽസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. അതല്ലാണ്ട് നമ്മൾ ഈ അഴുക്കിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇതൊന്നും കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഏറ്റവും കൂടുതൽ നൈറ്റ് ടൈം ആയിരിക്കും യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലത്. അതാവുമ്പോൾ നമ്മൾ നടക്കുന്നു, രാത്രിയിലാണ് നമ്മൾ ഓവർനൈറ്റ് വെക്കുവാണല്ലോ. ഡേ ടൈമിലൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്തിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് പൊടി അതിലേക്ക് പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നൈറ്റ് ടൈമിൽ എല്ലാവരും ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ല വീടിൻ്റെ അകത്ത് തന്നെയാണ്, പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഡേ ടൈമിലൊക്കെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു നെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്കൊക്കെ നന്നായിട്ടൊന്ന് പുറകോട്ടൊന്ന് അത് വലിച്ച് ആ ഒരു നമ്മുടെ ഒരു സ്കിന്നൊന്ന് വേദനിക്കാണ്ട് കേട്ടോ ഒന്ന് വലിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഈ നെയിൽസിൻ്റെ സൈഡിലുള്ള എല്ലാ ക്യൂട്ടിക്കിൾസിലേക്കെല്ലാം ഈ ഒരു ഓയിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് അതൊന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ചിലരുടെ നഖങ്ങളിൽ കണ്ടുവരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഈ 2 ഭാഗം ഉണ്ടല്ലോ നെയിൽസിൻ്റെ 2 സൈഡ്, ആ സൈഡിലേക്ക് ഇങ്ങനെ ചെളി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറങ്ങും. അത് എത്ര ക്ലീൻ ചെയ്താലും ചിലവർക്ക് അതങ്ങ് ഇറങ്ങുന്നവരുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമുക്ക് മേടിക്കാൻ കിട്ടും മെഡിക്കൽ ഷോപ്പിലെല്ലാം. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഈ കുഴിനഖം ഉള്ളവരൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഈ നഖത്തിൻ്റെ അടിഭാഗത്തേക്കും സൈഡിലേക്കും എല്ലാം ഒഴിച്ച് കഴിയുമ്പോൾ ചെളി ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പതഞ്ഞ് പൊന്തി വരും. യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം. അതല്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ച്
യൂസ് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് തന്നെ നഖം ഒന്ന് ക്ലീൻ ചെയ്യാനും ചെളി എല്ലാ അഴുക്കെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ കുഴിനഖമൊക്കെ ഇങ്ങനെ ഈ ചെളി നിറഞ്ഞിട്ടാണ് മെയിനായിട്ട് നമുക്ക് ഈ കുഴിനഖം വരുന്നത്. അങ്ങനെയുള്ളവർ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ പറയാനുള്ളത് 3 ദിവസം കൂടുമ്പോൾ തന്നെ നമ്മൾ നഖം വൃത്തിയാക്കിയിരിക്കണം. ഈ കാലൊക്കെ നമ്മൾ ചിലപ്പോൾ ദിവസവും ഉരച്ച് വൃത്തിയാക്കുമായിരിക്കും അല്ലേ, പക്ഷെ നഖം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ജസ്റ്റ് ഒന്ന് പുറമേ ഒന്ന് ഉരച്ച് വൃത്തിയാക്കും എന്നല്ലാണ്ട് നമ്മൾ ഇതുപോലെ അകത്തുള്ള ചെളിയൊന്നും അങ്ങനെയൊന്നും കളയുന്നവരുണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മൾ വൃത്തിയായിട്ടിരിക്കണം. 3 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ നെയിൽസ് എല്ലാം കറക്റ്റായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടാവണം. പിന്നെ ഈ ഒരു റെമഡി എല്ലാ ദിവസവും ചെയ്യുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും നഖവും വൃത്തിയാക്കിയിട്ട് വേണം ഈ ഒരു റെമഡി നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം മുഴുവനായിട്ട് നഖത്തിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ക്യൂട്ടിക്കിൾസിൻ്റെ ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തോ, അത് നല്ലതായിരിക്കും. പിന്നെ ഇതുപോലെയുള്ളൊരു ബഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ നഖത്തിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഒരു 15 ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നല്ലൊരു മാറ്റം വരും കേട്ടോ. നമ്മുടെ നെയിൽസ് നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോ. വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് മുൻപ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.